Good morning all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രൽ ഫോഴ്സ് മോഷൻ എന്ന ചാപ്റ്ററിൽ പ്ലാനറ്ററി മോഷൻ എന്ന ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എനർജി ഇക്വേഷനും എനർജി ഡയഗ്രാം ഡിസ്കസ് ചെയ്തിരുന്നു. എനർജി ഡയഗ്രാം ഉപയോഗിച്ച് നോൺ ഇൻട്രാക്റ്റീവ് പാർട്ടിക്കിൾ എന്ന സിസ്റ്റത്തിനെ അനാലിസിസ് നടത്തിയിരുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ നമ്മൾ എനർജി ഡയഗ്രാം ആദ്യം ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം പ്ലാനറ്ററി മോഷൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഉപയോഗിച്ച് അതിൻ്റെ ട്രാജക്ടറി എന്തൊക്കെയാണെന്നുള്ളത് ഒരു അനാലിസിസ് നടത്തുന്നു. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാനറ്ററി മോഷൻ്റെ കേസിലുള്ള എനർജി ഡയഗ്രാംസ്. ഓക്കെ, ഹിയർ വി അപ്ലൈ the energy diagram to the problem of planetary motion. നമുക്കറിയാം പ്ലാനറ്ററി മോഷന്റെ കേസിൽ രണ്ട് മാസീവായിട്ടുള്ള ബോഡീസ് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുള്ള എനർജി, അതുകൊണ്ടുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മളിവിടെ പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് G(m1m2) ഡിവൈഡഡ് ബൈ R. ഇത് നമുക്ക് മുമ്പത്തെ സെമിസ്റ്ററിൽ വന്നിട്ടുള്ള ഇക്വേഷനാണ്. ഫോഴ്സ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ വന്നിട്ടുള്ള ഇക്വേഷനാണ്. അത് വർക്ക് എനർജി തിയറത്തിൽ U ഓഫ് R ഈസ് ഈക്വൽ ടു മൈനസ് G(m1m2) ഡിവൈഡഡ് ബൈ R. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇനി നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഇൻഫിനിറ്റി മസ്റ്റ് ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഇൻ ദിസ് കേസ് വി ക്യാൻ റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി. എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ്? ആദ്യത്തെ പാർട്ട് ആ സെൻട്രിഫ്യൂഗൽ പാർട്ടും രണ്ടാമത്തെ പാർട്ട് U ഓഫ് R എന്നുള്ള ക്വാണ്ടിറ്റി. അപ്പോൾ L² ഡിവൈഡഡ് ബൈ 2mu R² പ്ലസ് U ഓഫ് R ആണ്. ഇവിടെ U ഓഫ് R പകരം മൈനസ് G(m1m2) ഡിവൈഡഡ് ബൈ R നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ആംഗുലർ മൊമെന്റം നോൺ സീറോ ആണെങ്കിൽ, ആംഗുലർ മൊമെന്റം നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു ക്വാണ്ടിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു ക്വാണ്ടിറ്റി G(m1m2) ഡിവൈഡഡ് ബൈ R എന്നുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ L എന്നുള്ള ക്വാണ്ടിറ്റി 0 ആണെന്നുണ്ടെങ്കിൽ ഏത് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ? G(m1m2) ഡിവൈഡഡ് ബൈ R എന്നുള്ളൊരു ക്വാണ്ടിറ്റി ആവും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് L നോൺ സീറോ ആണെങ്കിൽ ഇവിടെ ഈ രണ്ട് ടേമുകൾ ഉണ്ടായിരിക്കും. ഒരു ടേം 1/R² ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഒരു ടേം 1/R ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് U എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് 1/R ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, 1/R² ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 1/R² സ്മോൾ ആറിൻ്റെ സമയത്ത് 1/R² എന്ത് ചെയ്യും? ഡോമിനേറ്റ് ചെയ്യും. ഡോമിനേറ്റ് ചെയ്യാറിന് കഴിഞ്ഞാൽ ഈ U എഫക്റ്റീവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിൽ 1/R², അതായത് 1/R² ആണ്. അപ്പോൾ R എന്നുള്ള ക്വാണ്ടിറ്റി സ്മോൾ ആവുന്ന സമയത്ത് ഈ ടേമാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി ആറിൻ്റെ വാല്യൂ ലാർജ് ആവുന്ന സമയത്ത് ഏത് ക്വാണ്ടിറ്റി ആയിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുക? ഈ രണ്ടാമത്തെ ക്വാണ്ടിറ്റി മൈനസ് G(m1m2) ഡിവൈഡഡ് ബൈ R എന്നുള്ള ക്വാണ്ടിറ്റിയാണ് ഡോമിനേറ്റ് ചെയ്യുക. ഇപ്പോൾ ലാർജ് ആറിൻ്റെ കേസിൽ സെക്കൻഡ് ടേം കോൺട്രിബ്യൂട്ട് ചെയ്യും, സ്മോൾ ആറിൻ്റെ കേസിൽ ഫസ്റ്റ് ടേം കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡോമിനേറ്റ് ചെയ്യും. രണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്,
പക്ഷെ ഡോമിനേഷൻ ഏതിലായിരിക്കും? സ്മോൾ ആറിൽ ഫസ്റ്റ് ടേമും ലാർജർ കേസിൽ ആറിൻ്റെ കേസിൽ രണ്ടാമത്തെ ടേമുമാണ് ഡോമിനേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഈ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ടുള്ള എനർജി ഡയഗ്രാമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോട്ടഡ് ആയിട്ടുള്ള ലൈനുകൾ രണ്ടെണ്ണം കാണുന്നുണ്ട്. ഡോട്ടഡ് ആയിട്ടുള്ള രണ്ട് കർവുകൾ കാണുന്നുണ്ട്. ആ രണ്ട് കർവുകളും ഇതിലെ ഓരോ ടേമിനെ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. അത് 1/r² എന്നുള്ള ഒരു ടൈപ്പ് ഗ്രാഫാണ് 1/r². കാരണം ആറാണ് ഇവിടെ വാരിയബിൾ, എല്ലും മ്യൂ അതെല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് L² ഡിവൈഡഡ് ബൈ 2μ r²ന്റെ ഗ്രാഫാണ് ഈ കാണുന്നത്, മോളിൽ കാണുന്നത്. ഇനി താഴെ ഈ കാണുന്നത് മൈനസ് Gm1m2 ഡിവൈഡഡ് ബൈ r²ന്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ എഫക്റ്റീവ്, അത് യു എഫക്റ്റീവ് നമുക്കറിയാം L² ഡിവൈഡഡ് ബൈ 2μ r² മൈനസ് Gm1m2 ഡിവൈഡഡ് ബൈ r ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോൺട്രിബ്യൂഷൻ ആണ് യു എഫക്റ്റീവ് ആയിട്ട് ഈ കാണുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ടോട്ടൽ എനർജിയുടെ വാല്യൂ, ടോട്ടൽ എനർജി പറഞ്ഞാൽ ക്യാപിറ്റൽ ഇനെ നമുക്ക് രണ്ട് രൂപത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യു എഫക്റ്റീവിൻ്റെ ടേമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്? ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു മ്യൂ ഇൻറ്റു r.² പ്ലസ് യു എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എനർജി എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ടോട്ടൽ എനർജിയിൽ ആ ഫസ്റ്റ് ടേം 1/2 മ്യൂ r.² എന്നുള്ള ക്വാണ്ടിറ്റി കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ തൊട്ട് മുമ്പത്തെ എക്സ്പ്രഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ആ കൈനറ്റിക് എനർജി ഓഫ് ദി റേഡിയൽ മോഷൻ ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഇ മൈനസ് യു എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെയും മോഷൻ എന്തായിരിക്കും? ദ മോഷൻ മസ്റ്റ് ബി റെസ്ട്രിക്റ്റഡ് ടു ദ റീജിയൻസ് വേർ കൈനറ്റിക് എനർജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇവിടെ ഈ ഇതിലെ മോഷൻ്റെ നാച്ചുറൽ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തായിരിക്കും? ടോട്ടൽ എനർജി ആയിരിക്കും. കാരണം നമുക്ക് ഈ യു എഫക്റ്റീവിൻ്റെ ഗ്രാഫ് നമുക്ക് കണ്ടാൽ അറിയാം, ഇവിടെ എനർജിയാണ് ഈ സൈഡിൽ ഈ ആക്സിസിൽ കാണിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ദ സം ഓഫ് യു എഫക്റ്റീവ് പ്ലസ് കൈനറ്റിക് എനർജിയാണ്. അതായത് അപ്പോൾ കൈനറ്റിക് എനർജിയുടെ അതിനനുസരിച്ച്, അതായത് ടോട്ടൽ കൈനറ്റിക് എനർജി പ്ലസ് യു എഫക്റ്റീവ് ആണ് ടോട്ടൽ എനർജി. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ എനർജീൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മോഷൻസ് ആണ് നമുക്ക് ഇവിടെ ഒബ്റ്റൈൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 4 കേസസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കേസ് 1 E greater than 0, കേസ് 2. അതായത് ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഇവിടെ നോക്കുക, ഇവിടെ എനർജിയാണ്, എനർജിയുടെ ആക്സിസ് ആണ്. ഇവിടെ എനർജി ഇതുവരെ പോസിറ്റീവ് ആണ്. ഇവിടെ എനർജി ഈ പോയിന്റ് ആണെങ്കിൽ, ഈ ലൈൻ ആണെങ്കിൽ എനർജി 0 ആണ്. ഇവിടെ താഴേക്ക് എനർജി നെഗറ്റീവ് ആണ്. ഓക്കെ, കാരണം ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ടേം വന്നപ്പോൾ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്, പിന്നെ അത് 0 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ 4 കേസസ്. ഒന്ന് E greater than 0. E greater than 0 ഏതുവരെ ഉണ്ടായിരിക്കും? ഇതുവരെ E greater than 0 ആയിരിക്കും. ഈ ലൈനിൽ E is equal to ടോട്ടൽ എനർജി is equal to 0. ഇവിടെ ടോട്ടൽ എനർജി നെഗറ്റീവ് ആണ്. ഇനി ഈ ഗ്രാഫിൽ ഏറ്റവും മിനിമം ടോട്ടൽ എനർജി വരുന്നത്, കാരണം ഈ ഒരു പോയിന്റ് വരെ മാത്രമാണ്, പിന്നെ എന്ത് ചെയ്യുന്നു, ഇത് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്താണ് എനർജി മിനിമം, ഇതിൻ്റെ അങ്ങോട്ട് താഴേക്ക് പോകുന്നില്ല. അപ്പോൾ എനർജി മിനിമം എനർജി നെഗറ്റീവ് തന്നെയാണ്, പക്ഷെ അത് ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ ഓരോ 4 കേസസിനെ കുറിച്ച്, അതിൻ്റെ ആ മോഷൻ്റെ നാച്ചുറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇവിടെ 4 പോസിബിലിറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കേസ് 1, കേസ് 2, കേസ് 3 ആൻഡ് കേസ് 4. അപ്പോൾ ഫസ്റ്റത്തെ പോസിബിലിറ്റി നോക്കുക. ഫസ്റ്റ് ഓഫ് പോസിബിലിറ്റി ദാറ്റ് ഈസ് E greater than 0. ഓക്കെ, ഇനി നോക്കുക, ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇൻ ദിസ് കേസ് ദ R ഈസ് അൺബൗണ്ടഡ്
ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഫസ്റ്റ് കേസിൽ ഇവിടെ നമ്മൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇവിടെ നോക്കുക, ഇതാണ് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ, അതായത് ഇവിടെ നമ്മൾ ഇതുവരെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഈ ഗ്രേറ്റർ ദാൻ 0 ആണ്. ആ കേസിലെല്ലാം ദ മോഷൻ മസ്റ്റ് ബി അൺബൗണ്ടഡ്. ഓക്കെ, പക്ഷെ അത് അൺബൗണ്ടഡ് ആണെങ്കിലും നമ്മളെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഈക്വൽ ടു നമുക്കറിയാം, ഫസ്റ്റ് ടേം എൽ സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടേം, രണ്ടാമത്തത് GM1 M2 ഡിവൈഡഡ് ബൈ R എന്നുള്ള ടേമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് cannot be less than a certain minimum if L not equal to 0. L പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ താഴെ പോവില്ല, ഒരു പെർട്ടിക്കുലർ വാല്യൂവിൻ്റെ താഴെ പോവില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദീസ് പാർട്ടിക്കിൾസ് അൺബൗണ്ടഡ് ആണ്. ഇനി നമ്മൾ അടുത്ത ഭാഗം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും അങ്ങനത്തെ കേസിൽ അതിൻ്റെ ട്രാജക്ടറി എങ്ങനെയായിരിക്കും. ഇത് അൺബൗണ്ടഡ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാജക്ടറി എന്താണെന്ന് നമ്മൾ അടുത്ത കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. മാത്തമാറ്റിക്സിൽ, അതായത് +2 ലെവലിൽ മാത്തമാറ്റിക്സിൽ നിങ്ങൾ കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാബോള, അതേപോലെ തന്നെ എലിപ്സ്, ഹൈപ്പർബോള, സർക്കിൾ, ഇതെല്ലാം ആക്ച്വലി ഒരു ജനറൽ കാറ്റഗറിയിലാണ്. ഓരോ പെർട്ടിക്കുലർ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനനുസരിച്ചാണ് അതിൽ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് വരുന്നത്. അതുകൊണ്ടാണ് ഒരു കോണിക് സെക്ഷൻ എന്നാണ് അതിന് പറയുക. കോണിക് സെക്ഷനിൽ ഓരോ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് വാല്യൂസിനനുസരിച്ചാണ് അതന്നെയാണ് എന്തൊക്കെയായിട്ട് മാറുന്നത്. ഒരു സിമ്പിൾ ഒരു ഇക്വേഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഇക്വേഷൻസ് ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ എലിപ്സ് ആവാം, അല്ലെങ്കിൽ സർക്കിൾ ആവാം, അല്ലെങ്കിൽ പാരാബോളയാവാം, അല്ലെങ്കിൽ ഹൈപ്പർബോളയാവാം. ഓക്കെ, അപ്പോൾ ഈ കേസുകൾ നമ്മൾ അടുത്തതിൽ അതിൻ്റെ ട്രാജക്ടറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിനായിട്ട് പോയിന്റ് ഓർത്ത് വെക്കേണ്ടത് ഈ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് എന്താണ്, ഇറ്റ് ഈസ് അൺബൗണ്ടഡ് മോഷൻ ആണ്. ഇനി ഈ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ബൗണ്ടറി എങ്ങനെയായിരിക്കും, ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ. നോക്കുക, ഈ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് കുറച്ച് പോർഷനിൽ, അതായത് ഇപ്പം ഇവിടെ എല്ലാം ഏത് ഭാഗത്താണ്, അൺബൗണ്ടഡ് ആയിട്ട് നിൽക്കുന്ന പോർഷനിലാണ്. ഇനി ഇവിടെ നോക്കുക, ഈ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ഇത്ര പോർഷൻ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പോർഷൻ എന്താണ്, ഇറ്റ് ഈസ് അൺബൗണ്ടഡ്. ഇനി ഈ പോർഷൻസ് എന്താണ്, ഇറ്റ് ഈസ് ബൗണ്ടഡ്. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കേണ്ടത് ഈ ലെസ് ദാൻ 0 ആണ്. ഈ ലെസ് ദാൻ 0-ൽ, അതായത് ഈ ഈക്വൽ ടു 0-ൽ നമ്മൾ പറഞ്ഞു എന്താണ്, ബൗണ്ടറി എങ്ങനെയാണ്, ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ അൺബൗണ്ടഡ് ആൻഡ് ബൗണ്ടഡ് മോഷൻ ആണ്. പക്ഷേ ഈ ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് ഇവിടെ നോക്കുക, കേസ് 3, ദിസ് വൺ. കാരണം ഇതിൻ്റെ താഴേക്ക് പോരുന്തോറും മോഷൻ ഈസ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു, ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലായിരിക്കും. ദെൻ ഇറ്റ് മസ്റ്റ് ബി ബൗണ്ടഡ്. അപ്പോൾ ലാർജ് വാല്യൂൻ്റെ, ഇവിടെ ലാർജ് വാല്യൂവിൻ്റെ ഒരു 6-ലേക്ക് പോയി കഴിഞ്ഞാലും ഇറ്റ് ഈസ് ബൗണ്ടഡ്, സ്മോൾ വാല്യൂയിലേക്ക് വന്നു കഴിഞ്ഞാലും. അപ്പോൾ ആ ഒരു ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ ഇടയിൽ അത് ബൗണ്ടഡ് മോഷൻ ആണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ സിസ്റ്റം എനർജി 2 പാർട്ടിക്കിൾ സിസ്റ്റം എനർജി ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് ബൗണ്ട് സിസ്റ്റം ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ്, ആ വാല്യൂ ഏറ്റവും മിനിമം ആവുന്ന സമയത്ത്. ഇപ്പോൾ ഇവിടെ ഇതിന് ഓൾറെഡി മോഷൻ ഉണ്ടായത് ഡിഫറെൻ്റ് ആയിട്ട്, അതായത് എങ്ങനെയാണ്, ബൗണ്ടഡ് തന്നെയാണ്, ഇറ്റ് ഈസ് ബിറ്റ്വീൻ 2R. ഇപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി, അതായത് മോഷൻ ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബോഡി പ്രോബ്ലം ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബോഡി, ഈ 2 ബോഡികളുടെ മോഷൻ പക്ഷെ ഒരിക്കലും ഒന്ന് വിട്ടു പോകുന്നില്ല. ഒന്ന് വിട്ടു പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ബോഡീനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ രണ്ട് ബോഡിയും ഈക്വൽ ഒരേപോലെ ഒന്നിനെ ചുറ്റുന്ന അതേപോലെ തന്നെ, അല്ലെങ്കിൽ ഒരു സെന്റർ ഓഫ് മാസിന് എബൌട്ട് ആയിട്ട് രണ്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഓരോ സമയത്തും എന്ത് ഡിഫറെൻ്റ് ആണ്? അതിലെ ഡിസ്റ്റൻസ്, അതായത് മോഷന്റെ ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാത്തിൽ നമുക്ക് പറയാം റേഡിയസോ, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ, കാരണം ഒന്നൊന്നിനെ ചുറ്റുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മാസ് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ കേസിൽ പറഞ്ഞിരുന്നു M2 ഈസ് വെരി ലാർജ് വെൻ കമ്പയർഡ് വിത്ത് M1 ആണെന്നുണ്ടെങ്കിൽ സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? M2ലായിരിക്കും. അപ്പോൾ M2 എന്നുള്ളത് ഓൾറെഡി ഫിക്സഡ് പോലെയും M1 റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ടോ അത് മോഷനിലാണെന്ന് നമുക്ക് പറയാം. അപ്പം അങ്ങനത്തെ കേസൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ 6 ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ഷേപ്പ് ആയിരിക്കും? കാരണം ഒരു റേഡിയസ് ഒരു വസ്തുവിന് ചുറ്റും മറ്റൊരു വസ്തുവിന് ചുറ്റും ഒരു സർക്കുലർ പാത്തിൽ കറങ്ങുമ്പോൾ നമ്മൾ പറയും ആ ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എന്നുള്ള, അതായത് മറ്റേ വസ്തുവിൽ നിന്ന് ഇതിലേക്കുള്ള ദൂരം എപ്പോഴും ഈക്വൽ ആണ്. അത് അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സർക്കുലർ പാത്ത് നമുക്ക് കിട്ടാം. ഇനി രണ്ടാമത്തെ കേസ്, ഒന്നിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ ഓരോ സമയത്തും അതിലെ ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്. ആ കേസ് നമുക്കറിയാം പ്ലാനറ്ററി മോഷൻ. അതായത് പ്ലാനറ്ററി മോഷനിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? നമുക്കറിയാവുന്നതാണ് കെപ്ലേഴ്സിന്റെ ലോ നമുക്കിനി വരുന്നുണ്ട്. അതായത് പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണ്. അതൊരു എന്താണ് ക്ലോസ്ഡ് പാത്താണ്, പക്ഷേ എന്താണ് റേഡിയസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ തേർഡ് കേസ് ഓൾറെഡി വരുന്നത് എലിപ്റ്റിക്കൽ പാത്തായിരിക്കും. ഫോർത്ത് കേസ് വരുന്നത് എന്തായിരിക്കാം? സർക്കുലാർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ആറിന്റെ വാല്യൂ ഒരൊറ്റ വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ദ പാർട്ടിക്കിൾ സ്റ്റേ എ കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് ഫ്രം വൺ അനദർ. അതായത് എപ്പോഴും ഒരു പാർട്ടിക്കിളിൽ നിന്ന് മറ്റേ പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഈ കേസ് 1 കറസ്പോണ്ടിങ് ടു മോഷൻ ഇൻ ഹൈപ്പർബോള. കേസ് 1 അത് E ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് ഹൈപ്പർബോള ആയിരിക്കും. കേസ് 2 അതൊരു പരാബോള ആയിരിക്കും. കേസ് 3 എലിപ്സ് ആയിരിക്കും. കേസ് 4 സർക്കിൾ ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് there is another possibility that is L is equal to 0. L is equal to 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? രണ്ടാമത്തെ ടേം മാത്രമാണ് ഉണ്ടാവുക. In this case the particle accelerates towards each other along a straight line. അത് രണ്ട് പാർട്ടിക്കിളും തമ്മിൽ അട്രാക്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് രണ്ട് പാർട്ടിക്കിളും തമ്മിൽ ദേ മൂവ് ഈച്ച് അതർ, അതായത് ഒന്നൊന്നിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ രണ്ടിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരും. ഇപ്പൊ ആക്സിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സ്പീഡ് കൂടും. അത് എന്ത് ചെയ്യാം? കൊളൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലില്ല എങ്കിൽ അവിടെ എന്തില്ല? സെൻട്രിഫ്യൂഗൽ ബാരിയർ ഇല്ല. അതുകൊണ്ട് അവ കൊളൈഡ് ചെയ്യും. ഇനി നമ്മൾ ഈ പ്ലാനറ്ററി മോഷന്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എടുത്തിട്ട് അതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, here we consider the solution of planetary motion. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഈ രൂപത്തിൽ പറയുമ്പോൾ കാരണം പ്ലാനറ്ററി മോഷൻ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് തന്നെയാണ് കെപ്ലേഴ്സിന്റെ ഫസ്റ്റ് ലോന്റെ പ്രൂഫായിട്ട് വരുന്ന ഭാഗം ഇത് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത കെപ്ലേഴ്സിന്റെ ലോസ് പറയുന്നുണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് ഭാഗം നമ്മൾ ആക്ച്വലി ഇത് തന്നെയാണ് അതിന്റെ പ്രൂഫായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒന്നും കൂടെ കൺസൈസ് ആയിട്ട് നമ്മൾ പറയുന്നു. കൺസിഡർ എ പ്ലാനറ്റ് ഓഫ് മാസ് സ്മോൾ എം മൂവിങ് അബൌട്ട് എ സ്റ്റാർ ഓഫ് മാസ് എം under the gravitational interaction. Okay, then that potential energy must be equal to minus g into m capital M into small m divided by r. അതിനെ നമ്മൾ എന്താക്കി എഴുതുന്നു? മൈനസ് സി ബൈ ആർ. അപ്പൊ സി എന്നുള്ള ക്വാണ്ടിറ്റി എന്തായിരിക്കും? ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ സി മസ്റ്റ് ബി ഈക്വൽ ടു ജി എം എം. അതായത് നമ്മളുടെ എന്തിനു വേണ്ടിയിട്ടാണ്? ഹാൻഡിൽ ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മൈനസ് ജി എം എം എന്നുള്ള ക്വാണ്ടിറ്റീനെ സി ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ യു ഓഫ് ആർ ഇതാണെങ്കിൽ
യു എഫക്റ്റീവ് എന്തായിരിക്കും? എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 mu r സ്ക്വയർ പ്ലസ് യു ഓഫ് ആർ ആണ്. അതിന് പകരം യു ഓഫ് ആറിന് പകരം മൈനസ് സി ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്കറിയാം ഇക്വേഷൻ ഓഫ് ഓർബിറ്റ്. ഇക്വേഷൻ ഓഫ് ഓർബിറ്റ് എന്താണ്? തീറ്റ മൈനസ് തീറ്റ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഇൻ്റഗ്രൽ r0 ടു r dr ഡിവൈഡഡ് ബൈ r സ്ക്വയർ റൂട്ട് ഓഫ് 2 mu ഇ മൈനസ് യു എഫക്റ്റീവ്. ഇത് നമുക്ക് വന്നിട്ടുള്ളത് നമ്മളെ ഫസ്റ്റ് ആദ്യത്തെ ഒരു സ്ലൈഡുകളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ള ഭാഗമാണ്. ഇറ്റ് ഈസ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് സെൻട്രൽ ഫോഴ്സ് മോഷനിൽ ഏറ്റവും ലാസ്റ്റിൽ വന്നിട്ടുള്ള ഇക്വേഷനാണ്. അതായത് ഈ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീറ്റ മൈനസ് തീറ്റ 0 ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഇൻ്റഗ്രൽ r0 ടു r dr ഡിവൈഡഡ് ബൈ r സ്ക്വയർ റൂട്ട് ഓഫ് 2 mu ഇ മൈനസ് യു എഫക്റ്റീവ്. അപ്പോൾ അതാണ് നമ്മളുടെ ആ ഇക്വേഷൻ, നമ്മൾ അവിടെ കണ്ടിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പം ആ ഇക്വേഷനിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? യു എഫക്റ്റീവിന് പകരം ഇവിടുത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? ഇവിടെ നോക്കുക, എൽ ഇൻറ്റു ഇൻ്റഗ്രൽ r0 ടു r dr ഡിവൈഡഡ് ബൈ, ഇവിടെ ചെയ്തിരിക്കുന്നത് നോക്കുക, ഇവിടെ r സ്ക്വയർ എന്നുള്ളൊരു ക്വാണ്ടിറ്റിയിൽ ഒരു ആറിനെ ഉള്ളിലേക്ക് കൊടുത്തു. കാരണം പുറത്തുള്ള ആറിനെ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ അത് r സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ r ഇൻറ്റു റൂട്ട് ഓഫ് r സ്ക്വയർ ഇൻറ്റു 2 mu അല്ലെങ്കിൽ 2 mu r സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിൽ ഇ മൈനസ് യു എഫക്റ്റീവിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 mu r സ്ക്വയർ. ഇനി ഇതിനൊരു ബ്രാക്കറ്റ് ഓൾറെഡി ഉണ്ടായിരിക്കും, അപ്പോൾ ഇവിടെ മൈനസ് ആയിരുന്നു, ആ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. ദെൻ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 mu r സ്ക്വയർ പ്ലസ് സി ബൈ ആർ ആയിട്ട് മാറി. ഓക്കെ, ഇനി ആ ഇക്വേഷനെ എന്ത് ചെയ്യാം? ഇതിനെ ഈ 2 mu r സ്ക്വയറിന് ഉള്ളിലേക്ക് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഈ സ്മോൾ ആർ പുറത്തുണ്ട്, ഈ 2 mu r സ്ക്വയറിനെ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 mu ഇ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് 2 mu സി ആർ, അതായത് ഈ ടേമാണ് രണ്ടാമത് എഴുതിയിട്ടുള്ളത് 2 mu ഇൻറ്റു സി ആർ എന്നുള്ള ക്വാണ്ടിറ്റി, ദെൻ മൈനസ് എൽ സ്ക്വയർ. അപ്പം നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ തീറ്റ മൈനസ് തീറ്റ 0 ഈക്വൽ ടു എൽ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ആർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു റൂട്ട് ഓഫ് 2 mu ഇ ആർ സ്ക്വയർ പ്ലസ് 2 mu സി ആർ മൈനസ് എൽ സ്ക്വയർ എന്നുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ഇനി ഇതിനെ ഇൻ്റഗ്രേഷൻ നടത്തുന്ന സമയത്ത് ഇതിനെ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഇൻ്റഗ്രേഷൻ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഇൻ്റഗ്രേഷൻ ആണ്. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് സ്കോപ്പ് ഓഫ് യുവർ സിലബസ്. അതായത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ഇത് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് വേർഷനിൽ, അതായത് ക്ലെപ്നറുടെ രണ്ടാമത്തെ എഡിഷനിൽ ഒരു നോട്ടായിട്ട് ഇതിൻ്റെ ഡെറിവേഷൻ ഏകദേശം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു പേജിൻ്റെ മുകളിൽ അതിൻ്റെ ഡെറിവേഷനായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു പേജ് ഞാൻ നമ്മളുടെ സൈറ്റിൽ ഷെയർ ചെയ്ത് വെക്കാം, വേണ്ടവർ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ബാക്കിയുള്ളവരെ എന്ത് ചെയ്യാം, ഈ ഒരു എക്സ്പ്രഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതായത് ആ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് ഇത്. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരു പേജോളം സ്റ്റെപ്പ് ഉണ്ട്, അത് തൽക്കാലം ഒമിറ്റ് ചെയ്യുക. ഈ സ്റ്റെപ്പ് ഇതിൽ നിന്ന് കിട്ടുന്ന സ്റ്റെപ്പ് ഓർത്ത് വെക്കുക.
ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ അതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്, അതിനെ ഇൻ്റഗ്രേഷൻ്റെ ശേഷം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സ്റ്റെപ്പാണ് സൈൻ ഓഫ് തീറ്റ മൈനസ് തീറ്റ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ സി മൈനസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 മ്യൂ ഇ എൽ സ്ക്വയർ പ്ലസ് മ്യൂ സി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഈ എക്സ്പ്രഷനെ നമ്മൾ അറേഞ്ച് ചെയ്യാണ്. ഓക്കെ, ആ എക്സ്പ്രഷനെ ഇവിടെ നമ്മളുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ആറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ, അതായത് ആ റേഡിയസ് അല്ല അല്ലെങ്കിൽ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എക്സ്പ്രഷൻ ഒബ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എൽ സ്ക്വയർ ബൈ ആറിൻ്റെ എക്സ്പ്രഷൻ ഇതിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ അത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ റൂട്ട് ഓഫ് എന്നുള്ള ഈ ക്വാണ്ടിറ്റീനെ, ഡിനോമിനേറ്ററിലുള്ള ക്വാണ്ടിറ്റീനെ ഇതുമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, റൂട്ട് ഓഫ് 2 മ്യൂ ഇ എൽ സ്ക്വയർ പ്ലസ് മ്യൂ സി ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് തീറ്റ മൈനസ് തീറ്റ 0 കിട്ടി. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഇനി ഒന്നുമില്ല, ഇപ്പം ഇവിടെ ഈ ടേം ഉണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ഇതിലെ എൽ സ്ക്വയർ ബൈ ആറിനെ എൽ എച്ച് എസിലേക്കും ഇവിടെയുള്ള ടേമിനെ ആർ എച്ച് എസിലേക്കും മാറ്റി. അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് എൽ സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു മ്യൂ സി മൈനസ് 2 മ്യൂ ഇ എൽ സ്ക്വയർ പ്ലസ് മ്യൂ സി സ്ക്വയർ സൈൻ തീറ്റ മൈനസ് തീറ്റ 0. ഈ ടേമാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് ആറിൻ്റെ എക്സ്പ്രഷൻ ഒബ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആറിൻ്റെ എക്സ്പ്രഷൻ ഒബ്റ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ആർ ബൈ എൽ സ്ക്വയർ ആയിരിക്കും. ഇനി ആ എൽ സ്ക്വയറിനെ മറ്റേ സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആർ മസ്റ്റ് ബി ഈക്വൽ ടു, നമ്മളെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം, ആർ മസ്റ്റ് ബി ഈക്വൽ ടു, അതിൽ നിന്ന് ആറിൻ്റെ എക്സ്പ്രഷൻ ആയിരുന്ന ആർ മസ്റ്റ് ബി ഈക്വൽ ടു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ സി മൈനസ് റൂട്ട് ഓഫ് 2 മ്യൂ ഇ എൽ സ്ക്വയർ പ്ലസ് മ്യൂ സി ഹോൾ സ്ക്വയർ. ഇനിയുള്ള ക്വാണ്ടിറ്റി ബ്രാക്കറ്റിൻ്റെ ആ റൂട്ടിൻ്റെ പുറത്താണ് വരുന്നത്. അതായത് ഇവിടെ സ്ക്വയർ റൂട്ട് ഇതുവരെയാണുള്ളത്, ദെൻ സ്ക്വയർ റൂട്ടിൻ്റെ പുറത്ത് സൈൻ ഓഫ് തീറ്റ മൈനസ് തീറ്റ 0. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ എക്സ്പ്രഷനെ മ്യൂ സി കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നു. മ്യൂ സി എന്നുള്ള ക്വാണ്ടിറ്റി കൊണ്ട് രണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ സി ന്യൂമറേറ്ററിൽ ഉണ്ടായിരിക്കും, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക, ഡിനോമിനേറ്ററിൽ ഇവിടെ ഒരു 1 മ്യൂ സി ബൈ മ്യൂ സി 1 മൈനസ് റൂട്ട് ഓഫ്, നോക്കുക ഇവിടെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, മ്യൂ സി കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. മ്യൂ സി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മ്യൂ ക്യാൻസൽ ചെയ്ത് പോവും, ദെൻ 2, ഒരു സെക്കൻഡ്, അതായത് ഓർക്കേണ്ടത് മ്യൂ സി കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടിൻ്റെ ഉള്ളിൽ, കാരണം ഈ ക്വാണ്ടിറ്റീനെ ടോട്ടൽ നമ്മൾ മ്യൂ സി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. റൂട്ടിൻ്റെ ഉള്ളിലെ ക്വാണ്ടിറ്റീനെ ഡിവൈഡ് ചെയ്യുമ്പോൾ മ്യൂ സ്ക്വയർ സി സ്ക്വയർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, ഇവിടുത്തെ ആദ്യം ഞാൻ ഈ സൈഡിൽ രണ്ടാമത്തെ ടേം ഞാൻ ആദ്യം ഡിനോട്ട് ചെയ്യുന്നു. മ്യൂ സി സ്ക്വയറിനെ മ്യൂ സി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു 1 വരും. ദെൻ മ്യൂ സ്ക്വയർ സി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലെ ഒരു മ്യൂ ക്യാൻസൽ ചെയ്ത് പോവും. ദെൻ 2e അവിടെ നിന്നുണ്ടായിരിക്കും എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ കാരണം ഡിനോമിനേറ്ററിലെ ഒരു മ്യൂ സ്ക്വയറിലെ ഒരു മ്യൂ അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇപ്പോൾ 2e എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ സി സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു സൈൻ ഓഫ് തീറ്റ മൈനസ് തീറ്റ 0. ഇതാണ് എക്സ്പ്രഷൻ വരിക.
എക്സ്പ്രഷൻ ഇങ്ങനെയാണ് കിട്ടിയത്. കാരണം ഇവിടെ എന്ത് ചെയ്തു, ആ 1നെ ഇപ്പുറത്തേക്ക് മാറ്റി എഴുതി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. 2EL² ഡിവൈഡഡ് ബൈ mu c സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് തീറ്റ മൈനസ് തീറ്റ 0. ഓക്കെ, ഇനി ഇതിൽ ഈ ആക്ച്വൽ ആ ഇൻ്റഗ്രേഷൻ്റെ സമയത്ത് നമ്മൾ അവിടെ പറയുന്നുണ്ട് ഈ തീറ്റ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ യൂഷ്വൽ കൺവെൻഷൻ എടുത്തു കഴിഞ്ഞാൽ ആ തീറ്റ 0 എന്നുള്ള ക്വാണ്ടിറ്റി മൈനസ് π/2 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ആ മൈനസ് π/2 വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, സൈൻ ഓഫ് തീറ്റ പ്ലസ് π/2. സൈൻ ഓഫ് 90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിൻ്റെ ടേമിലേക്ക് മാറും. അപ്പോൾ കോസ് തീറ്റ ആയിട്ട് മാറും ആ ടേം. ഇനി അത് കൂടാതെ നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു R0 എന്നുള്ള ക്വാണ്ടിറ്റി L² ഡിവൈഡഡ് ബൈ mu c-നെ R0 ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അതേപോലെ ഈ റൂട്ട് ഓഫ് 1 പ്ലസ് 2EL² ഡിവൈഡഡ് ബൈ mu c² എന്നുള്ള ക്വാണ്ടിറ്റീനെ ഒരു എപ്സിലോൺ എന്നുള്ള ക്വാണ്ടിറ്റി ആക്കിയിട്ട് മാറ്റുന്നു. ഓക്കെ, ഈ ക്വാണ്ടിറ്റി, അതായത് ഈ എപ്സിലോൺ എന്നുള്ള ക്വാണ്ടിറ്റി, ദ ഡയമെൻഷൻലെസ് പാരാമീറ്റർ എപ്സിലോൺ, ഈ ക്വാണ്ടിറ്റിയാണ് ആ എപ്സിലോൺ എന്നുള്ള ക്വാണ്ടിറ്റി. അതിന് ഡയമെൻഷൻ ഉണ്ടാവില്ല, കാരണം ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡയമെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ 1+, കാരണം ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1 + 2EL² എന്നുള്ള ക്വാണ്ടിറ്റി വരുമ്പോൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ 1ന്റെ ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ട് ഈ ടേമിനും എന്തുണ്ടാവാൻ പറ്റില്ല, ഡയമെൻഷൻ ഉണ്ടാവാൻ പറ്റില്ല. അപ്പോൾ ഡയമെൻഷനിൽ കറക്റ്റ് ആവണമെങ്കിൽ ഇതിന് ഡയമെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ എപ്സിലോണിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഈ ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സെൻട്രിസിറ്റിയാണ്. ആ ഒരു ക്വാണ്ടിറ്റിയുടെ ടേമിലാണ് മാത്തമാറ്റിക്സിൽ നമ്മളൊരു കോണിക് സെക്ഷനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. എന്തൊക്കെയായിട്ട്? ഹൈപ്പർബോള, പാരാബോള, എലിപ്സ് ആൻഡ് സർക്കിൾ, ഇതായിട്ട് നമ്മൾ മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തിൻ്റെയാണ് ഒരു പ്രോപ്പർട്ടീസ് ഓഫ് എലിപ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് അതിൻ്റെ ജനറൽ കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ഏതെങ്കിലും ബുക്ക്, അതായത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആയിരിക്കും നിങ്ങൾക്ക് സിലബസിലുള്ളത് തോന്നുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ബുക്ക് ലൈബ്രറിയിൽ നിന്ന് റെഫർ ചെയ്തിട്ട് അതിൽ കോണിക് സെക്ഷൻ എന്നുള്ള ഒരു ഭാഗം, ജനറൽ ആയിട്ടുള്ള ഒരു ഭാഗം, അല്ലെങ്കിൽ കോണിക് സെക്ഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. കാരണം നമുക്ക് എലിപ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് വേണ്ടത്, അതുകൊണ്ടാണ് ആ ഭാഗം ഒരു അസൈൻമെൻ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അതിലും ജസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയും. അപ്പോൾ ഇവിടെ എപ്സിലോൺ എന്നുള്ളത് എക്സെൻട്രിസിറ്റി ആണ്. ഇനി അവിടുത്തെ കേസിൽ ഈ എപ്സിലോൺ എന്നുള്ള ക്വാണ്ടിറ്റി 0 ആണെങ്കിൽ, എപ്സിലോൺ എന്നുള്ള ക്വാണ്ടിറ്റി നോക്കുക, റൂട്ട് ഓഫ് 1 + 2EL² ഡിവൈഡഡ് ബൈ mu c² എന്നുള്ള ക്വാണ്ടിറ്റിയാണ്. ആ ക്വാണ്ടിറ്റി 0 ആണെങ്കിൽ ആറിൻ്റെ എക്സ്പ്രഷൻ എന്ത് മാത്രമായിരിക്കും? L² ഡിവൈഡഡ് ബൈ mu c മാത്രമായിരിക്കും. അതാണ് R0 ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ എക്സെൻട്രിസിറ്റി 0 ആവുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി കേസ് ഓഫ് സർക്കിൾ ആണ്. അപ്പോൾ അത് ഈ R0 എന്നുള്ളത് എന്തായിരിക്കും? സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഡിഫറെൻറ്റ് കണ്ടീഷൻ ഉണ്ട്. എപ്സിലോൺ 0 ആണെങ്കിൽ എന്താണ്, എപ്സിലോൺ 1 ആണെങ്കിൽ എന്താണ്, പിന്നെ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 1, എപ്സിലോൺ ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. ആ കണ്ടീഷൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? എനർജീനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് L² ഡിവൈഡഡ് ബൈ mu c-ക്ക് R0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഈ ഒരു ക്വാണ്ടിറ്റിക്ക് റൂട്ട് ഓഫ് 1 + 2EL² ഡിവൈഡഡ് ബൈ mu c² എന്നുള്ള ക്വാണ്ടിറ്റിക്ക് പകരം എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. തീറ്റ 0 മൈനസ് π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോസ് ആയിട്ട് മാറി. ദെൻ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ R = R0 ഡിവൈഡഡ് ബൈ 1 - എപ്സിലോൺ കോസ് തീറ്റ എന്നുള്ള ക്വാണ്ടിറ്റി. ഇത് ജനറലി, ഈ ഒരു എക്സ്പ്രഷൻ ജനറലി എന്താണ്? ഒരു കോണിക് സെക്ഷൻ്റെ എക്സ്പ്രഷനാണ്. ഇറ്റ് ഈസ് എ എക്സ്പ്രഷൻ ഫോർ
കോണിക് സെക്ഷൻ. ആ കോണിക് സെക്ഷനിൽ നമ്മൾ ഇവിടെ എപ്സിലോണിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ എന്തൊക്കെയായിട്ട് മാറുന്നത്. ആ എപ്സിലോണിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇത് എലിപ്സ് ആണോ, ഹൈപ്പർബോളയാണോ, പാരാബോളയാണോ, സർക്കിൾ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഇപ്പം ഈ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്ത് ഇക്വേഷനാണ്? ഒരു പോളാർ ഇക്വേഷനാണ്. അതായത് തീറ്റ ഉണ്ട്, ആർ ഉണ്ട്, റേഡിയസ് ഉണ്ട്. അപ്പോൾ ആ ടേമിലുള്ള ഇക്വേഷനാണിത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റാണ്? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഇക്വേഷനെ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. ആർ മൈനസ് അത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇതിനെ ജസ്റ്റ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒരു എപ്സിലോൺ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദെൻ ഇവിടെ ഒരു എപ്സിലോൺ എന്നുള്ളത് ടൈപ്പിംഗ് എറർ ഉണ്ട്. ഓക്കെ, ആർ ഇൻറ്റു 1 മൈനസ് എപ്സിലോൺ കോസ് തീറ്റയാണ് വരിക. ദെൻ ആർ മൈനസ് ആർ എപ്സിലോൺ കോസ് തീറ്റ മസ്റ്റ് ബി ഈക്വൽ ടു R0. ഓക്കെ, ഇനി അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഏതിനെ? പോളാർ കോർഡിനേറ്റും കാർട്ടീഷ്യൻ കോർഡിനേറ്റും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. അതുപയോഗിച്ച് നമുക്കറിയാം ആർ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ആണ്. ഇനി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √(x²+y² ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ആറിൻ്റെ പകരം √(x²+y² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ആർ കോസ് തീറ്റ എന്നുള്ള ക്വാണ്ടിറ്റിക്ക് പകരം, അതായത് എക്സ്പ്രഷനിൽ നോക്കുക, ഇവിടെ ആർ കോസ് തീറ്റയ്ക്ക് പകരം നമ്മൾ എക്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആറിൻ്റെ പകരം √(x²+y² ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ √(x²+y² മൈനസ് എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു R0. ഓക്കെ, ഇനി കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ XY എന്നുള്ള ടേമിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഇതിൻ്റെ എക്സ്പ്രഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്യുന്നു. ഇതിലെ രണ്ട് ഭാഗം സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? R0² ഈസ് ഈക്വൽ ടു ദിസ് ടേം ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ ഈ ടേമിൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് x² ഈ ടേമിനെ നമ്മൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് √(x²+y² മൈനസ് എപ്സിലോൺ എക്സ് ഹോൾ സ്ക്വയർ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ഇക്വേഷനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ 1 മൈനസ് എപ്സിലോൺ സ്ക്വയർ ഇൻറ്റു x² മൈനസ് 2R0 ഇൻറ്റു എപ്സിലോൺ എക്സ് പ്ലസ് y² ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി ജനറൽ എക്സ്പ്രഷൻ ഓഫ് എ കോണിക് സെക്ഷൻ ഇൻ ദി കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇതിലെ ഈ എപ്സിലോൺ എന്നുള്ള ക്വാണ്ടിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എപ്സിലോൺ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കുക. എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1 + 2EL² ഡിവൈഡഡ് ബൈ μc² ആണ്. സി എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് GMM ആണ്. ഇവിടെ L കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എപ്സിലോൺ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? L ആംഗുലാർ മൊമെന്റ് ആണ്. E എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജിയാണ്. അപ്പോൾ നമുക്ക് പറയാം എപ്സിലോൺ എന്നുള്ള ക്വാണ്ടിറ്റി ടോട്ടൽ എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിബിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ എപ്സിലോൺ >1 ആവുന്ന സമയത്ത് E >0 ആയിരിക്കും. കാരണം എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇതാണ് എപ്സിലോണിൻ്റെ ഇക്വേഷൻ. എപ്സിലോണിൻ്റെ ഇക്വേഷൻ ഇങ്ങോട്ടൊന്ന് എഴുതാം. എപ്സിലോൺ ഇസ് ഈക്വൽ ടു √(1 + 2EL² ഡിവൈഡഡ് ബൈ μc². ഓക്കെ, ഇനി ഇവിടെ എപ്സിലോൺ >1 ആവണമെങ്കിൽ ഈ ക്വാണ്ടിറ്റി പോസിറ്റീവ് വേണം അല്ലേ? ഈ ടോട്ടൽ ക്വാണ്ടിറ്റി പോസിറ്റീവ് വേണം. L² ഉണ്ട്, ഇത് സ്ക്വയർ ഉണ്ട്, മാസം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് E >0 ആയിക്കഴിഞ്ഞാൽ ഈ ഒരു പോസിറ്റീവ് ആണെങ്കിൽ, ടോട്ടൽ എനർജി പോസിറ്റീവ് ആണെങ്കിൽ
ഇത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, ആ കേസിൽ എന്തായിരുന്നു നമ്മൾ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്? ഈ ഗ്രേറ്റർ ദാൻ 0 ആവുകയാണെങ്കിൽ, ഈ ഗ്രേറ്റർ ദാൻ 0 ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു നമ്മൾ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്? ദ സിസ്റ്റം ഈസ് ബൗണ്ടഡ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പ് കൊടുത്തിട്ടുള്ള ഇക്വേഷൻ, ദി കോഎഫിഷ്യന്റ് ഓഫ് x സ്ക്വയർ ആൻഡ് y സ്ക്വയർ അൺഈക്വൽ ആയിരിക്കും ആൻഡ് ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ദെൻ ദ ഇക്വേഷൻ ഹാസ് ദ ഫോം y സ്ക്വയർ മൈനസ് ax സ്ക്വയർ മൈനസ് bx ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അത് ഒരു ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ആണ്. ഇനി രണ്ടാമത്തെ കേസ്, e is equal to എപ്സിലോൺ ഈക്വൽ ടു 1 ആണെങ്കിൽ e is equal to 0 ആയിരിക്കും. എപ്സിലോൺ is equal to 1 plus 2e L square divided by mu c square. ഇനി എപ്സിലോൺ 1 ആവണമെന്നുണ്ടെങ്കിൽ ഈ ടേം വാനിഷ് ചെയ്ത് പോകണം. ഈ ടേം വാനിഷ് ചെയ്ത് പോകണമെങ്കിൽ എനർജി, ടോട്ടൽ എനർജി 0 ആവണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജി 0 ആണെങ്കിൽ എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ അത് ബൗണ്ടഡും അൺബൗണ്ടഡിൻ്റെയും ഇടയിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദ ബോർഡർ ബിറ്റ്വീൻ ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡ്. ഓക്കെ, ദെൻ നമുക്ക് ആ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിട്ടുള്ള ജനറൽ ഇക്വേഷൻ എങ്ങനെയാക്കി എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r0 മൈനസ് ആർ സ്ക്വയർ ബൈ 2. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം, വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax എന്നുള്ളൊരു രൂപം നിങ്ങൾ, വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax, അതെന്തിൻ്റെ ഇക്വേഷനാണ്? വൈ സ്ക്വയർ എക്സിൻ്റെ ടേമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പാരാബോളുടെ എക്സ്പ്രഷനാണ്. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ പാരാബോളുടെ എക്സ്പ്രഷനാണ്. ഇനി ഒരു കേസ് നമ്മൾ എപ്സിലോൺ 1 ആയതും രണ്ടാമത്തത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 1 ആയത് നമ്മൾ പറഞ്ഞു. ഇനി എപ്സിലോൺ ഒന്ന് നമുക്ക് എപ്സിലോൺ ഈസ് ഈക്വൽ ടു 0 ഉണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ എപ്സിലോൺ ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1. ഓക്കെ, ഇഫ് എപ്സിലോൺ ഈസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 എന്തായിരിക്കണം? മൈനസ് മ്യൂ സി സ്ക്വയർ ബൈ 2l സ്ക്വയർ. അത് എനർജി, ടോട്ടൽ എനർജി മിനിമം വാല്യൂ ഇതായിരിക്കണം, മാക്സിമം വാല്യൂ 0 ആയിരിക്കണം. അതിൻ്റെ ഇടയിലാണ് നമ്മളുടെ ആ ക്വാണ്ടിറ്റി വരിക. ആ കേസിൽ സിസ്റ്റം ബൗണ്ടഡ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയറും വൈ സ്ക്വയറും അൺഈക്വൽ ആയിരിക്കും, ബട്ട് ഓഫ് ദി സെയിം സൈൻ. നേരത്തെ ഹൈപ്പർബോളയിൽ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈ സ്ക്വയർ പ്ലസ് എ എക്സ് സ്ക്വയർ മൈനസ് ബി എക്സ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. അത് എലിപ്സിൻ്റെ ഇക്വേഷനാണ്. ഇനി ഇതിലെ ലോവസ്റ്റ് വാല്യൂ എപ്സിലോൺ ഇസ് ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ ഈയുടെ ലോവസ്റ്റ് വാല്യൂ മൈനസ് മ്യൂ സി സ്ക്വയർ ബൈ 2l സ്ക്വയർ വരും. അപ്പോൾ എന്തായിരിക്കും? ഇക്വേഷൻ ഓഫ് ഓർബിറ്റ് എങ്ങനെയായിട്ട് മാറും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു r0 സ്ക്വയർ ആയിട്ട് മാറും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിൻ്റെ എക്സ്പ്രഷനാണ്? ഒരു സർക്കിളിൻ്റെ എക്സ്പ്രഷനാണ്. അപ്പോൾ ഒരു എലിപ്സ് എന്തായിട്ട് മാറും? സർക്കിളായിട്ട് മാറും. നമുക്കറിയാം സർക്കിൾ ഈസ് ദി സ്പെഷ്യൽ കേസ് ഓഫ് എലിപ്സ്. ഓക്കെ, അപ്പോൾ ആ കേസിൽ ആർ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതാണ് പ്ലാനറ്ററി മോഷനിൽ 4 ഇതായിട്ട് വരുന്നത്. അതിൽ മൂന്നാമത് പറഞ്ഞിട്ടുള്ള ഈ കേസ്, അത് എപ്സിലോൺ ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ വൈ സ്ക്വയർ പ്ലസ് എ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് സ്ക്വയർ മൈനസ് ബി എക്സ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അത് എലിപ്സിൻ്റെ ഇക്വേഷനാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ഇനി പ്രൂവ് ചെയ്യേണ്ടത് വരിക എന്താണ്? എനർജി ഒന്ന്, എനർജി നെഗറ്റീവ് ആവണം. ഈ ലെസ് ദാൻ 0 ആവണം, എനർജി നെഗറ്റീവ് ആവണം. അത് മ്യൂ സി സ്ക്വയർ ബൈ 2l സ്ക്വയറിൻ്റെ മൈനസ് മ്യൂ സി സ്ക്വയർ. എനർജി നെഗറ്റീവ് ആവണം, മാഗ്നിറ്റ്യൂഡ് മ്യൂ സി സ്ക്വയർ ബൈ 2l സ്ക്വയറിനേക്കാൾ ഗ്രേറ്റർ ആയി കഴിഞ്ഞാൽ അതൊരു എലിപ്റ്റിക്കൽ നാച്ചുർ ആയിരിക്കും. ഇത്രയാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ആ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അതിൻ്റെ നാച്ചുറാണ് നമുക്ക്
അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതും നമുക്ക് ഹൈപ്പർബോളിക് നാച്ചർ വരുന്ന ട്രാജക്ടറി നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിന് മുമ്പ് തന്നിട്ടുള്ള അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാത്തവർ അത് എന്തായാലും സബ്മിറ്റ് ചെയ്യുക. ഇന്ന് തന്നെ അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എഴുതുക. ഇപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. നമുക്ക് അടുത്ത ദിവസം അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് ആവശ്യമാണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് എലിപ്സ് എന്നുള്ള ഭാഗം അസൈൻമെൻ്റ് ആയിട്ട് എഴുതാത്തവർ അത് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.